ഇടുക്കി കാർഡമം സെറ്റിൽമെന്റ് ഓഫീസിൽ ഏലക്കുത്തകപ്പാട്ടം പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ 3800-ലധികം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. പാട്ടം പുതുക്കി നൽകാത്തതിനാൽ സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ വരുമാനത്തിന് പുറമെ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൃഷി ചെയ്യാനായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നതിനെയാണ് ഏലക്കുത്തകപ്പാട്ടം എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ 32 വില്ലേജുകളിലായി 12,930 ഹെക്ടർ ഭൂമിയാണ് കുത്തകപ്പാട്ടത്തിലുള്ളത്. ഏലക്കുത്തകപ്പാട്ടത്തിന്റെ കാലാവധി 20 വർഷമാണ്. അതായത് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൃഷി ചെയ്യാനായി 20 വർഷത്തേക്ക് നൽകും. കാലാവധി കഴിഞ്ഞാൽ കാർഡമം സെറ്റിൽമെന്റ് ഓഫീസിലെത്തി അപേക്ഷ നൽകുമ്പോൾ ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയാണ് പാട്ടം പുതുക്കേണ്ടത്. 8,332 രൂപ ഓരോ ഹെക്ടറിനും ഫീസായി അടയ്ക്കുകയും വേണം. പാട്ടം പുതുക്കിയാൽ കൈവശക്കാരൻ ഓരോ വർഷവും വില്ലേജിൽ ഹെക്ടറിന് നൽകേണ്ടത് 250 രൂപയും. 2016 മുതൽ 2024 വരെ കാർഡമം സെറ്റിൽമെന്റ് ഓഫീസിൽ ലഭിച്ച കുത്തകപ്പാട്ടം പുതുക്കുന്നതിനുള്ള 3799 അപേക്ഷകളാണ് തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. പാട്ടം നൽകിയ സ്ഥലത്തെ സംബന്ധിച്ചും പാട്ടക്കാരനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ പോലും ഓഫീസിൽ ഇല്ല എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 3799 അപേക്ഷകൾ കുത്തകപ്പാട്ടം പുതുക്കുന്നതിന് വേണ്ടി ഈ ഓഫീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഇതിൽ എത്ര അപേക്ഷകൾ പുതുക്കി നൽകിയിട്ടുണ്ടെന്നോ ഇനിയും എത്ര അപേക്ഷകൾ പുതുക്കി നൽകാനുണ്ടെന്ന യാതൊരു വിവരവും ഈ കാർഡമം സെറ്റിൽമെന്റ് ഓഫീസിലില്ല. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കുത്തകപ്പാട്ടം പുതുക്കി നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. പുതുക്കി നൽകുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ പ്രീമിയവും പാട്ടവും പിരിക്കാൻ കഴിയൂ. വ്യവസ്ഥ ലംഘിച്ചാൽ പാട്ടം റദ്ദാക്കാനും കഴിയും. പാട്ടം പുതുക്കി നൽകാത്ത ഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയില്ല. കാർഡമം രജിസ്ട്രേഷനും ലഭിക്കില്ല. വന്യജീവി ആക്രമണം മൂലമുള്ള കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാനും തടസ്സമാകും. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ CHR മേഖലയിൽ പട്ടയ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതിന് കാരണമെന്നാണ് കാർഡമം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിശദീകരണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.